ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഉണക്കക്കൊഞ്ച് വെച്ചിട്ട് വറുത്തരച്ചൊരു അടിപൊളി തീയലാണ് ചെയ്യാൻ പോകുന്നത്. ഉണക്കക്കൊഞ്ച് കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ രീതി ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണക്കക്കൊഞ്ച് തീയൽ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉണക്കക്കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ ഇത്ര ഒരു അര ഭാഗത്തോളം അത്രയും ഉണക്കക്കൊഞ്ച് മതി. ഒരുപാടായി പോയാൽ ഒരു ഭയങ്കരമായിട്ടൊരു ചവ വരും. നമുക്ക് ഇത്രയും കൊഞ്ച് മതിയാവും. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തലയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനുള്ളതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളി, ഒരു ചെറിയ തക്കാളി മതി. അതിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ്. ഇത് ഇനി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണത്തോളം നമുക്ക് വേണം. പിന്നെ മുരിങ്ങയ്ക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി. പിന്നെ ഇന്ന് നമ്മൾ വറുത്തരച്ച് ഉണക്കക്കൊഞ്ച് തീയലാണ് ചെയ്യുന്നത്. അപ്പം തേങ്ങ വേണം. ഇത് ഒരു മീഡിയം സൈസ് തേങ്ങ മുഴുവനായിട്ട് ഞാൻ തിരിങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒരേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി, അതായത് എന്താ പറയുക, പലതും പല രീതിയിൽ കിടക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആയിപ്പോയാൽ തന്നെ നമ്മൾ തിരികെ എടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒരേപോലെ കിടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂത്ത് വരും. അല്ലെങ്കിൽ ചിലത് പെട്ടെന്ന് മൂക്കും, ചിലത് കരിഞ്ഞു പോകും, ചിലത് മൂക്കില്ല, അങ്ങനെ കിടക്കും. ഇനി ഇത് നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. തേങ്ങ മൂത്ത് വരുന്നുണ്ട്. ഇത്ര ആയാൽ പോലെ കുറച്ചുകൂടി ആവണം. ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ പിന്നെ നമ്മളൊരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബാക്കി വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ചും കൂടി ഒന്നാവണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മൂത്ത ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലാക്കാം, അല്ലെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കൂടിപ്പോയാൽ അത് കരിഞ്ഞു പോകും. ഇതിന് ഏറ്റവും ലോ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ ഓഫ് ചെയ്താലും മതി. ഈ ചൂട് മതി അത് ഒന്ന് മൂത്ത് കിട്ടാനായിട്ട്. അപ്പോൾ പൊടികളെന്ന് പറയുമ്പം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ഒന്ന് മൂത്ത് വരണം. ആ പച്ചമുളകൊക്കെ മാറി ഒരു മിനിറ്റ്, ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. കരിഞ്ഞു പോകാതെ നോക്കിക്കോ. പൊടികളുടെ പച്ചമുളകൊക്കെ മാറി നല്ല മൂത്ത ഒരു മണം വരും. അപ്പോൾ ആ സമയത്ത് ഫ്ലെയിം നേരത്തെ വേണമെങ്കിൽ ഓഫാക്കാം, അല്ലെങ്കിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓഫാക്കാം. ഇനി ഇതൊന്ന് തണുക്കണം. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കൊഞ്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കൊഞ്ച് അതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. എണ്ണ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം ജസ്റ്റ് ഒരെണ്ണം എടുത്ത് ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു വരും. ആ ഒരു പരുവം വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കൊഞ്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തട്ടിയ പരുവം, അതായത് ജസ്റ്റ് ഒരെണ്ണം എടുത്ത് ഒടിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു വരും. ആ ഒരു പരുവം മതിയാവും. ഇനിയും മൂപ്പിച്ചാൽ ഇത് കരിഞ്ഞു പോകും. നമുക്കൊരു ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തേങ്ങ വറുത്തെടുത്ത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് നമുക്ക് കുറേശ്ശായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം, വെള്ളം ഒഴിച്ചും ചെയ്യാം. വെള്ളം ഒഴിച്ചാണെങ്കിൽ ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളം ഒഴിക്കാതെ ഇത് മിക്സിയിലിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ലൊരു കളറിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, തേങ്ങ മാത്രം ഇട്ട് നമ്മൾ അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ അതിനകത്തുള്ള എണ്ണ തെളിഞ്ഞ് ഈ രൂപത്തിലായിട്ട് വരും. അപ്പോൾ ചെറിയ ജാറ് തന്നെ മാക്സിമം അരച്ചെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കിട്ടാൻ വലിയ പാടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, പച്ച തേങ്ങ എന്ന് വെച്ചാൽ ഇളയ തേങ്ങ എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ കിട്ടത്തില്ല. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് തീയൽ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം ഞാനൊരു ചട്ടിയിലാണ് ചെയ്യുന്നത്. ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, വളരെ കുറച്ച് എണ്ണ മതി. നമുക്കില്ല അധികം എണ്ണയൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ വറുത്ത് അരയ്ക്കുമല്ലേ, അപ്പോൾ ആ തേങ്ങയിൽ നിന്ന് തന്നെ നല്ല എണ്ണ ഇറങ്ങും. അപ്പം എണ്ണ വളരെ കുറച്ച് മതി. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില.
ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം മതിയാവും കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളി അതിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതേപോലെ ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്ക ചെറുതായിട്ട് ഞാനൊന്ന് കീറി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒരുപാടൊന്നും വഴറ്റിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ, ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റുക. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നാൽ മതി. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കക്കൊഞ്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കക്കൊഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം. ഇതൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്ന് കുറച്ചൊരു വേവുള്ള സാധനം, ബാക്കിയൊക്കെ പെട്ടെന്ന് ആയിക്കോളും. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് ജസ്റ്റ് തിളച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ചേർത്തു, അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, തീയലല്ലേ, അപ്പം വെറും ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ലല്ലോ. കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ഓവറായി പോലും, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ഒരു ഗ്ലാസ്സോളം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. പുളി നമ്മൾ ചേർത്തിട്ടില്ല, ഒരല്പം മതി. കുറച്ച് പുളി നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം പുളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. നമ്മുടെ ഉണക്കക്കൊഞ്ച് തീയൽ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.